ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ മെയ് മാസത്തെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. ഇതൊരു ഞാൻ പയലൊന്നും വെക്കുന്നില്ല, കളക്റ്റീവ് റീഡിംഗ് ആണ്. ഞാൻ റിലേഷൻഷിപ്പ് അല്ലാതെ ഞാൻ ചെയ്യാം. അപ്പോൾ പൊതുവായി മെയ് മാസത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ മെയ് മാസത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കും നോക്കാം. 6 of Swords ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. 8 of Wands വന്നിട്ടുണ്ട്. 3 of Wands വന്നിട്ടുണ്ട്. 4 of Wands, 7 of Cups, King of Cups, സൺ കാർഡ് വന്നിട്ടുണ്ട്. ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. ഒരു അൺനോൺ കാർഡ് വന്നു. ജസ്റ്റിസ്, പേജ് ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. 2 of Swords ആണ്. ബോട്ടം ഓഫ് ദി ഡെക്ക്. ഡിസെപ്ഷൻ ആൻഡ് എൻവി ആണ്. പിന്നെ യൂണിവേഴ്സ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. അതോറിറ്റി, പേഷ്യൻസ്, പവർ, മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെക്റ്റ് വന്നിട്ടുണ്ട്. ഇമോഷണൽ വിത്ഡ്രാവൽ വന്നു. ചൂസ് വൈസിൽ ഫെർട്ടിലിറ്റി ആണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് കുറേ ചോയ്സസ് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. കാരണം 7 of Cupsഉം വന്നിട്ടുണ്ട്, ചൂസ് വൈസിലിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ചിലപ്പം മാറാൻ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറേ ചോയ്സസ് വരാം. അപ്പോൾ നിങ്ങളത് ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് മാത്രം, ജോലി മാറുന്നവർ ആലോചിച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ചാൻസസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. 8 of Wands വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം അവസരങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത വണ്ണം ഒരു ക്രോസ് റോഡിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു സാഹചര്യം വന്നേക്കാം. കാരണം ഏതാണ് നല്ലത്, കുറച്ചുകൂടി നല്ലത് ഏതാണെന്ന് നിങ്ങൾ കുറേ ആലോചിക്കേണ്ടി വരും എന്ന് കാണുന്നുണ്ട്. 3 of Wands ആണ്. ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ നിങ്ങൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 6 of Swords ആണ്. നിങ്ങൾ ആരോടെങ്കിലും ഒരു വഴക്കുണ്ടായിരുന്നു. കാരണം ഇതിൽ ഡിസെപ്ഷൻ ആയ എന്നിവ വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് ആരെങ്കിലും ഒരു ശത്രുത ഉള്ള ആൾക്കാരുണ്ടായിരുന്നുവെങ്കിൽ, അപ്പം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പം തോൽവി സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ തെറ്റൊന്നും ചെയ്യാതെ തന്നെ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ അവിശ്വസിച്ചിരിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെ അത് ആ ഒരു ബാറ്റിൽ നിങ്ങൾ തോറ്റുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് ഈ ഒരു മെയ് മാസത്തിൽ ആ ഒരു കാര്യത്തിന് എൻ്റെ ആകും. നിങ്ങൾ അർഹിക്കുന്ന വിജയം കിട്ടുമെന്ന് കാണുന്നുണ്ട്. കാരണം ഇതിൽ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന്. കാരണം ചിലപ്പോൾ അത് ഇപ്പോൾ മാത്രമല്ല, കുറേ പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന കാര്യമായിരിക്കാം. കുറേ ആൾക്കാർ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നിരിക്കാം. നിങ്ങളെപ്പറ്റി ചിലപ്പോൾ അപവാദം പറഞ്ഞിരുന്നിരിക്കാം. നിങ്ങളെ ജോലി സ്ഥലത്ത് പ്രശ്നം ഉണ്ടാക്കിയിരിക്കാം. റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നിരിക്കാം.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അത് ദൈവം തരുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സ് തരുന്ന ഒരു ജസ്റ്റിസാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ കാത്തിരിപ്പിനും നിങ്ങളുടെ വിഷമത്തിനും നിങ്ങൾ ചെയ്ത നല്ല പ്രവർത്തിക്കുള്ള ഫലമായിട്ടും നിങ്ങൾക്ക് അതിനുള്ളത് ജസ്റ്റിസ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം അത് ഇപ്പോഴാണ് ഈ സമയത്താണ് അതിനൊരു ജഡ്ജ്മെൻറ്റ് വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റും ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ സമയത്തുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനുള്ള ആ ഒരു വിഷമം ദൈവം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കുറേ കാലം കൊണ്ട് ചിലപ്പോൾ അത് നടന്നു വന്നുകൊണ്ടിരുന്നിരിക്കുക, അല്ലെങ്കിൽ അത് ചിലപ്പോൾ സ്റ്റോപ്പാവും, വീണ്ടും റീഓപ്പൺ ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് കുറേയധികം ശത്രുക്കൾ ഉണ്ട് എന്ന് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അസൂയാലുവാണ് എന്ന് കാണുന്നുണ്ട്. കാരണം അതുകൊണ്ടായിരിക്കാം നിങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്ത ആൾക്കാർ ഉണ്ട് ഇതിനകത്ത്. അപ്പം ആ ഒരു ദ്രോഹം ചെയ്തിട്ട് നിങ്ങൾക്കൊന്നും തിരിച്ച് നിങ്ങളുടെ സത്യാവസ്ഥ പറയാനോ നിങ്ങളാണ് ശരിയെന്ന് സമർത്ഥിക്കാനോ ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ അവിശ്വസിച്ചിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കാണ് അത് ജസ്റ്റിസും ജഡ്ജിമെൻറ്റും വരുന്നത്. പിന്നെ ഫോർ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇതിലൊരു റീയൂണിയൻ ഉണ്ട്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റീയൂണിയൻ. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇതിൽ ടു ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരുന്നു എന്ന് കാണുന്നുണ്ട്. 3 ഓഫ് വാൻസും 2 ഓഫ് വാൻസും വന്നിട്ടുണ്ട്. ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുമോ ഇല്ലെന്നോ നിങ്ങൾക്കൊരു കൺഫ്യൂഷനിലാണ് ഉണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റീയൂണിയൻ ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ ജേണിയിലാണ് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കിങ് ഓഫ് കപ്സും കിങ് ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റെബിലിറ്റിയാണ്. ജോലി സ്ഥലത്തും നിങ്ങൾക്ക് ഒരു പ്രൊമോഷനോ സാലറി കൂടിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളൊരു എന്തൊക്കെ തന്നെ കിട്ടിയാലും നിങ്ങളുടെ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതൊന്നും വലിയൊരു കാര്യമായിട്ട് തോന്നാൻ സാധ്യതയില്ല. കാരണം പാസ്റ്റിൽ നിങ്ങൾക്ക് വളരെയധികം കൈപ്പേറിയ അനുഭവങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാലം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബാറ്റിലിൽ നിങ്ങൾക്ക് തോൽവി തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിച്ചിരുന്നു, അത് അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഞാൻ ഇപ്പോൾ ജസ്റ്റിസ് എൻ്റെ ഭാഗത്താണെങ്കിൽ പോലും മറ്റാരും അത് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ജയം നിങ്ങൾക്കാണെന്ന് അറിഞ്ഞാലും നിങ്ങൾക്ക് അതിലൊരു വലിയ സന്തോഷമൊന്നും തോന്നാൻ പോകണില്ല. നിങ്ങളത് കർമ്മയായിട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം. ഈ സമയത്ത് നടന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ നല്ലൊരു പാഠവും പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വലിയൊരു കാര്യമോ ഒരു വലിയ സന്തോഷമോ ഒന്നും ഒരു ഈഗോയോ ഒന്നും തോന്നാൻ സാധ്യതയില്ല. സൺഗാർഡാണ്, ചേഞ്ചാണ് നിങ്ങൾക്ക് എന്തായാലും. ഈ മെയ് മാസത്തിൽ കുറേയധികം ആൾക്കാർക്കും പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പുതിയ തുടക്കങ്ങളാണ്, ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്നു. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ മെയ് മാസം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിയും. പിന്നെ യൂണിവേഴ്സും ഈ അൺനോൺ കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ഭാഗത്താണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ കടന്നുപോയ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ഓഫറുമായിട്ട്, അതിനുള്ള പരിഹാരവുമായിട്ട് ദൈവം വരുന്നുണ്ട് എന്നുള്ളതാണ്. പേജ് ഓഫ് പെൻഡക്കിളാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഓഫറുകൾ എന്തായാലും ജോലിക്കുള്ളതായാലും പഠിക്കാൻ പോകാനുള്ളതായാലും നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന പുതിയ ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അതോറിറ്റിയാണ്. നിങ്ങളുടെ കയ്യിൽ അധികാരം വരുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ എന്ന്. പക്ഷേ അതിലുപരി ഇപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് ദൈവം ആ ഒരു അതോറിറ്റി നിങ്ങളെ കയ്യിലേക്ക് കൊണ്ടുതരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇത്രയും കാലം പേഷ്യൻസോടുകൂടി കാത്തിരുന്നു എന്നുള്ളതാണ്. വളരെ ക്ഷമയോടുകൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരിക്കാം. അപ്പോൾ അതിനുള്ള ആ ഒരു പേഷ്യൻസിനുള്ള ഒരു പ്രതിഫലമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു റിവാർഡ്. പവർ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ പവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുമ്പോൾ നിങ്ങളുടെ ഇതുവരെ പോയ ആ കഷ്ടപ്പാടൊക്കെ മാറി നിങ്ങളുടെ സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കി നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾക്കുള്ള റിവാർഡ് കിട്ടുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു മനഃശക്തി കൊണ്ട് നിങ്ങൾ നേടിയെടുത്തതാണ് ആ ഒരു കാര്യം. അപ്പോൾ നമ്മളുടെ മനസ്സുകൊണ്ട്, നമ്മളുടെ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് എന്ത് നേടിയെടുക്കാം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും.
അപ്പോൾ നിങ്ങളുടെ ആ ഒരു സെൽഫ് വർത്ത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അത്രയും ഒരു പവർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണത്. മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെക്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മെറ്റീരിയലായിട്ട് ശരിക്കും നിങ്ങൾക്ക് എന്താണോ ഈ മെറ്റീരിയൽ ലൈഫിൽ വേണ്ടത് അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ പുതിയ വണ്ടി വാങ്ങാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീട് വെക്കാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു തടസ്സവും ഇല്ലാതെ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ മെറ്റീരിയൽ പ്രോസ്പെക്റ്റ് നിങ്ങൾക്ക് വരുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്പിരിച്വലി വളരെയധികം ഉയരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരു ഈഗോയും ഒന്നുമില്ലാതെ വളരെ ഉയരത്തിലേക്ക് നിങ്ങൾ എത്തുന്നൊരു സമയമാണ്. ഇമോഷണൽ വിഡ്രാവലാണ്. പക്ഷേ ചില സമയങ്ങളിലെങ്കിലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി. എല്ലാം കിട്ടുമ്പോഴും ചിലപ്പോൾ എന്തോ ഒരു മിസ്സിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. ചൂസ് വൈസ്ലി ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചാൻസസ് ഒരുപാടുണ്ടാകാം, നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകൾ വരാം. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് വളരെ ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കണമെന്ന് കാണുന്നുണ്ട്. ഫെർട്ടിലിറ്റി വരുന്നുണ്ട്. നിങ്ങൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ മെയ് മാസത്തിൽ നിങ്ങളത് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ക്രിയേറ്റീവായി എന്ത് ചെയ്യണമെന്ന് വിചാരിക്കുന്നോ, ചിലപ്പോൾ ചിലർ ആൽബമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കാം, ഷോർട്ട് ഫിലിം എടുക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങളുടെ നിങ്ങളിലുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പം ഈ മെയ് മാസത്തിൽ പുറത്ത് കൊണ്ടുവരും. അത് വളരെ തീവ്രമായി നിങ്ങൾ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അത് പുറത്തേക്ക് വരും എന്ന് കാണുന്നുണ്ട്. സക്സസ്സിലേക്കാണ് എന്തായാലും മെയ് മാസത്തിൽ നിങ്ങൾക്ക് വളരെ നല്ല അനുഭവങ്ങളായിരിക്കും കിട്ടുന്നതെന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ മെയ് മാസത്തിലെ മെയ് മന്ത് ഷോർട്ട് റീഡിംഗ് ആണ് ഞാൻ ചെയ്തത്. ഇന്ന റിലേഷൻഷിപ്പ് അല്ലാതെ ഞാൻ ചെയ്യാം. എന്തായാലും മെയ് മാസത്തിൽ പൊതുവേ നിങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. പുതിയ തുടക്കമാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.